ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്വൈറ്റി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിന് പാർട്ട് 2 വീഡിയോ ആണ്. ആദ്യം തന്നെ ഈ ഫ്ലവറൊക്കെ ഇങ്ങ് വരച്ചെടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ വെക്കാനാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ തപ്പുകയാണ്. ഓറഞ്ച് ഗൈസ്, ഓറഞ്ച് ഉണ്ടോ ഗൈസ്? നൈസ്. ഓക്കെ, ഓറഞ്ച് 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 ആയി, നല്ല ഓറഞ്ച് ഗൈസ്. അങ്ങനെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഗൈസ് ഇവിടെ ട്രേഡറിൻ്റെ ഹൗസേ, വില്ലേജ് അല്ല. മോനെ പുളി ഗൈസ്. അങ്ങനെ നമുക്കൊരു ട്രേഡറിൻ്റെ ഹൗസ് കിട്ടിയിട്ടുണ്ട്. ഓടാ, ഇത് വില്ലേജ് അല്ലല്ലോ. വില്ലേജ് ഉണ്ടോ? അപ്പോൾ ഗൈസ് ഇവിടെ അടുത്തെങ്ങാണ്ടൊരു വില്ലേജ് ഉണ്ടായിരിക്കണം. ഇതിനകത്തൊന്നും കാണുന്നില്ല. എനിക്ക് വേണ്ടി കോബിൾ സ്റ്റോൺ, ഇതിൽ നിന്ന് നമുക്ക് കോബിൾ സ്റ്റോൺ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ആരൊക്കെയാണ് നോക്കാം. നല്ല കൊച്ചു ഫാമിലിയാണ്. ഫാമിലിയും ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഹായ്, ഹലോ, ബൈ. ഒന്ന് പോയി തരുമോ? എന്ത് ഫ്രണ്ടിൽ കയറിയിരിക്കണേ? ഓക്കെ, ആപ്പിൾ. ദരിദ്രവാസി. എന്തായാലും നമുക്ക് ഈ ചെസ്റ്റ് അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഒരു ചെസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഭാഗ്യം ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഈ കോബിൾ സ്റ്റോൺ ആദ്യം നമുക്ക് മണ്ടയ്ക്കും കൂടി കയറി നോക്കാം. കൊള്ളാമല്ലോ. ടോർച്ച് ഗൈസ്, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സാധനം ഇതാണ്. നമുക്ക് സെക്കൻഡായിട്ട് ആവശ്യമുള്ളത് ഇതൊക്കെ ആവശ്യമുണ്ട്. ഓക്കെ, നമുക്ക് ഈ ബുക്കൊക്കെ ഇങ്ങനെ എടുക്കാം. നമ്മുടെ പുതിയ വീട്ടിൽ കൊണ്ട് സെറ്റാക്കാം. ഓക്കെ, ഇതൊക്കെ പൊട്ടിച്ച് എടുക്കുന്നുണ്ട്. ട്രേഡറിൻ്റെ അടുത്ത് എന്താ ട്രേഡ് ചെയ്യാനുള്ളതെന്നും കൂടി ഒന്ന് നോക്കണം ഗൈസ്. പക്ഷെ എനിക്ക് ഇത് മൾട്ടിപ്ലെയർ ആക്കണമെന്ന് ഇച്ചിരി ഒരു ആഗ്രഹമുണ്ട്. കാരണം ഗൈസ് ഒറ്റയ്ക്ക് കളിക്കാൻ ഒരു സുഖമില്ല ഗൈസ്. മൾട്ടിപ്ലെയർ ആക്കാൻ എനിക്കും ഒരാഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ JP Varon വ്ളോഗ്സിനെയും കൂടി വിളിച്ച് ചെയ്യുന്നതായിരിക്കും. JP Varon വ്ളോഗ്സ് ഉണ്ടെങ്കിൽ പൊളിക്കാം ഗൈസ്, ഞങ്ങൾ രണ്ടുപേരും കൂടി. അപ്പം എന്തായാലും നമുക്ക് ഈ കോബിൾ സ്റ്റോണും കൂടി പൊളിച്ചെടുക്കാം. ഓക്കേ, ഇതിപ്പോൾ ഞാൻ പൊളിച്ചേച്ചും കാണാം ഗൈസ്. അങ്ങനെ ഞാനാണെങ്കിൽ ഏകദേശം പകുതിയോളം വീടിൻ്റെ ഏകദേശം ഫുള്ള് കോബിൾ സ്റ്റോൺ ഇളക്കിയെടുത്തിട്ടുണ്ട്. പാവങ്ങൾ കഷ്ടപ്പെട്ട് താമസിച്ച വീടാണേ. ഏത് മഹാഭാവിയാണോ ഇങ്ങനെ ചെയ്ത്? എന്തായാലും വിട്ടേക്കും ഗൈസ്. എന്തായാലും ഇവിടെ പോകുമ്പോൾ ഒരു പംകിൻ. പംകിനൊക്കെ പൊളിയിട്ടില്ലേ. കുറച്ച് ആപ്പിൾ. ഗൈസ് ഇത് പുളിപ്പ സ്വോർഡാട്ടാ. വുഡൻ സ്വോർഡാണെങ്കിൽ കിഡിലായിട്ട് പൊളിഞ്ഞ് കിട്ടുന്നുണ്ട് പെട്ടെന്ന്. ഇതൊക്കെ പറിക്കാൻ എന്തായാലും സ്വോർഡിനെ കഴിഞ്ഞുള്ള ഇവിടെ എന്തായാലും അടുത്തൊരു വില്ലേജ് കാണണം ഗൈസ്. വില്ലേജ് എന്തായാലും ഉണ്ടാവും. എന്തായാലും നമുക്ക് വില്ലേജും തപ്പി ഇതായിച്ചെങ്കിൽ സ്റ്റോണൊക്കെ ഇവിടെ കിടപ്പുണ്ട്, ബട്ട് എടുക്കാനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും പോകാം ഗൈസ്. വില്ലേജ് മാപ്പ് ഓണാക്കിയിടാം. ഇപ്പോൾ വില്ലേജ് അടുത്തെങ്ങനെ ഉണ്ടെങ്കിൽ കാണാമല്ലോ. ഇങ്ങനെ നമ്മൾ വില്ലേജും തപ്പിയുള്ള യാത്ര തുടങ്ങുന്നു ഗൈസ്. ഏകദേശം ഇവിടെയൊക്കെ ഇപ്പോൾ ബ്ലൂബെറി ഒക്കെ കിടപ്പുണ്ട് ഗൈസ്. അതൊക്കെ എങ്ങനെ പറക്കിയെടുക്കാം. ഓക്കെ 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 ഇവിടെ ബ്ലൂബെറി ഒക്കെ നൈസായിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊരു വീട് വെക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? കാരണം അത്യാവശ്യം നല്ല പ്ലെയിനാണ്, അത്യാവശ്യം നല്ല സ്ഥലങ്ങളും ഉണ്ട്, പിന്നെ താഴോട്ടും ഉണ്ട്. ഇവിടെ ഒരു വീട് വെക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്ലാൻ. കാരണം നമ്മുടെ കയ്യിൽ വേറെ ഒന്നും ഒരു ചെറിയ സ്പേസെങ്കിലും വെച്ചില്ലെങ്കിൽ ശരിയാവേല. അപ്പം നമുക്ക് ചെറിയൊരു ബേസ് ഇവിടെ ആയിട്ട് പണിയാമെന്നാണ് എൻ്റെ ഒരു ഇത്. ആദ്യം തന്നെ നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് ക്ലിയർ ആയിട്ടാണ് കിടക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ചെറിയ വീട് സെറ്റ് ചെയ്യാമേ. എന്തായാലും ഓക്കെ, ഫുള്ളങ്ങ് ഇടാം. എന്നിട്ട് ഓക്കെ, ഫുള്ളായിട്ട് ഇനി എടുത്തു. 44 ഇനി ഇച്ചിയും കൂടെ എടുക്കാമെന്ന് വെച്ചു. ഓക്കെ 3 12 ആയിട്ടുണ്ട്. 56 ബ്ലോക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് വെക്കാമേ.
അപ്പം ഇനി ഇച്ചിരി വീട് പണിഞ്ഞിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഏകദേശം പണി ഞാൻ ചുമ്മാ ഒന്നുണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം എത്ര വലിയ യൂട്യൂബർ ആയാലും ആദ്യം ഒരു ചെറിയ വീടല്ലേ ഉണ്ടാക്കുകയുള്ളൂ. അത് അപ്പോൾ തന്നെ നമ്മൾ ഇത്രയും ചെറിയ യൂട്യൂബറായ നമ്മൾ തന്നെ അപ്പോൾ ഏറ്റവും ചെറിയ വീടുണ്ടാക്കി ഗൈസ്. ചെറിയൊരു വീടാണ് ഗൈസ്, നമുക്ക് പറ്റുന്നില്ല, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഏറ്റവും ചെറിയൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഇതുപോലെ അങ്ങ് എടുത്ത് പിന്നെ പോകുന്നിരിക്കുക. നമുക്ക് മുട്ട ഇട്ടിട്ടുണ്ട് ഗൈസ്, മുട്ട. അങ്ങനെ ഇവിടെ ഒരു ഡോറ് വെക്കണം ഗൈസ്. മറ്റേ ട്രേഡറിൻ്റെ വീട്ടിൽ നിന്ന് ഒരു ഡോറ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഡോർ ഇവിടെ അല്ല ഗൈസ് വെക്കണ്ടേ. മിസ്റ്റർ ഡോർ കം ഹിയർ. ഓക്കെ, ഇവനെ എന്നെക്കാട്ടിലും മുമ്പേ വീടിൻ്റെ പാലുകാച്ചൽ നടത്തി കഴിഞ്ഞാൽ ഇറങ്ങിപ്പോടാ ഗൈസ്. ഉള്ള സ്പോണറല്ല ഇതിൻ്റെ അടിയിലായിരിക്കും, അതുകൊണ്ട് തന്നെ അത്യാവശ്യം സാധനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ചെറിയ രീതിക്ക് ഒരു ഇതുണ്ടാക്കണം ഗൈസ്. ജനൽ, ഇതെന്താ വരാത്ത? പിന്നെ ഇവിടെ ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കും എന്താ വീട് ബോക്സി ഡിസൈനായി പോയെന്ന്. എനിക്ക് വേറെ ഡിസൈനൊന്നും ഇപ്പോൾ കിട്ടണില്ല. അതുകൊണ്ട് ബോക്സി ഡിസൈൻ വെച്ച് ഇത്രയും ഫുഡേ നമ്മുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ബോക്സി ഡിസൈൻ തന്നെ ഉണ്ടാക്കിയ. പിന്നെ ഇവിടെ ആയിട്ട് 2 കുഴി. പിന്നെ നമ്മുടെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. കാരണം നമ്മുടെ അവിടുന്ന് ട്രൈഡറിൻ്റെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഊറ്റിയിട്ടാണ് നമ്മൾ എത്തിയത്. അപ്പം അതും കൂടി ക്രാഫ്റ്റ് ബോക്സ് അതും കൂടി ഇനി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, ഓടി പോന്നു ക്രാഫ്റ്റ് ബോക്സ്. വേഗം വരൂ, പൊട്ടു മകനേ. ഓക്കെ, അത് കഴിഞ്ഞെടുത്തു. രൈസ് രാത്രി ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് രാത്രി എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല, എന്താ അറിയാൻ പറ്റില്ല. ഉള്ള സോംബിയെല്ലാം രാത്രി ഇറങ്ങിയും കയറി വരും. ബസ് നമ്മുടെ കയ്യിൽ ഇതുണ്ട് ഗൈസ്, ബെഡ്. ഓക്കെ, നമുക്ക് എന്തായാലും പോയി കിടക്കാം. ഓക്കെ, രാത്രി ആവാത്തതുകൊണ്ട് പറ്റിയല്ല, ചൂട് രാത്രി ആയിട്ടേ പറ്റുള്ളൂ. നമുക്ക് അപ്പോഴത്തേക്ക് ഫർണേസ് ഉണ്ടാക്കാം. ഫർണേസ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കണം. തീർന്നോ? ഓക്കെ ഗൈസ്, ഫർണേസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഫർണേസിന് വിട്ട് കത്തിക്കാൻ നമ്മുടെ കയ്യിൽ വുഡേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്തായാലും ആ വുഡ് പൊട്ടിക്കാം, കിടന്നുറങ്ങാം. ഫുൾ സ്കീപ്പ്. ഓക്കെ, രാവിലെ എണീറ്റിട്ടുണ്ട്. എന്തായാലും എടുത്ത് വായി കഴിക്കട്ടെ. അമ്മേ കഴിക്കട്ടെ. ഓക്കെ, ഒന്നുകൂടി കഴിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള ഇവിടെ എടുത്ത് വെക്കട്ടെ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ സാൻഡ് ഇരിപ്പുണ്ട്. സാൻഡ് കത്തിക്കണം നമുക്ക്. കത്തിക്കാനായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇലയൊക്കെ ഇരിപ്പുണ്ട്. ആ ഇലയൊക്കെ എടുത്ത് വെച്ച് കത്തിക്കാം. അങ്ങനെ നമ്മൾ ഇലയും മന്തിയൊക്കെ എടുത്ത് കത്തിക്കണമുണ്ട്. ഓക്കെ, ഇലയൊക്കെ എടുത്ത് കത്തിക്കുമ്പോൾ എന്തൊരു സുഖം. എന്തായാലും വേറെ ഒന്നും കത്തിക്കാൻ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിപ്പില്ല. ഓക്കെ, അങ്ങനെ ഉള്ള സാധനം എല്ലാം എടുത്ത് വെച്ച് കത്തിച്ച് അത്യാവശ്യം ഇതുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ വെക്കണമല്ലേ. അപ്പോൾ അതും കൂടി കത്തിക്കാനായിട്ട് നമ്മളിപ്പോൾ കത്തിക്കാൻ എന്തെടുക്കാം? ഓക്കെ, നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഒരെണ്ണം വെക്കാം. എന്നിട്ട് മണ്ടക്കലത്ത് നമുക്കിങ്ങ് സെറ്റ് ചെയ്യാം. മണ്ടക്കലത്ത് സെറ്റ് ചെയ്തിട്ട് ബാലൻസ് വരുന്ന വുഡും കൊണ്ട് നമുക്ക് ഗ്ലാസ് കത്തിക്കാം. ഇച്ചിരി ഡിസൈനാക്കി കാണിക്കാം. ഓക്കെ, ഈ തരം ഡിസൈനിൽ നമുക്ക് ഇത് വെക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് വീണ്ടും വേണ്ട ഗൈസ്, ഇവിടെ നമുക്ക് ബ്രിഡ്ജിൻ്റെ ട്രീ വെക്കാം. ഇച്ചിരി കൂടി അന്തസ് വേണ്ട. ഓക്കെ, ബ്രിഡ്ജിൻ്റെ ട്രീയും വെച്ച് ഒരു കിടിൽ ലുക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ബാക്കി വരുന്ന വുഡും കൊണ്ട് നമുക്കിതങ്ങ് കത്തിക്കാം. ഓക്കെ, അത് കത്തിപ്പോയിട്ടുണ്ട്.
ഓക്കെ നീ പൊട്ടെടുക്കാം. ഓക്കെ പോരെ, ഇത്രയും പോരെ ഗൈസ്, 4 എണ്ണം കൂടി. ഓക്കെ അത് നമുക്കെടുത്ത് കത്തിക്കാം. ഓക്കെ ഓൾ സെറ്റ്. ഇനി അടിവശം, ഏറ്റവും വലിയ വ്യക്തി. ഓക്കെ ഗൈസ്, ഇനി എനിക്ക് വേറൊരു ഐഡിയ കിട്ടി ഗൈസ്. എൻ്റെ മാത്രം ബുദ്ധി. ഇവിടെ നമുക്ക് 2 ഗ്ലാസ് വെക്കാം ഗൈസ്. അപ്പം അതായത് മോർണിംഗിൽ വെളിച്ചം കാണും. പിന്നെ നമ്മുടെ ടോർച്ചുണ്ട് ഗൈസ്. ടോർച്ച് എടുത്ത് ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം, വേണ്ട, അവിടെ നമ്മൾ കിടക്കണതാണ്. അപ്പം കത്താൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, നമുക്ക് ഇങ്ങോട്ട് തന്നെ വെക്കാം. ഓക്കെ ബാക്കി നമുക്കിവിടെ ചെസ്റ്റ് വെക്കണം. പിന്നെ ഗൈസ് പറയാൻ വന്ന അടിവശം വെക്കാത്ത എന്തെന്ന് നിങ്ങളിപ്പോൾ ചോദിക്കും. അടിവശം വെക്കണുണ്ട്. 1 മിനിറ്റ്. ആദ്യം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങോട്ട് വെക്കാം. അല്ല, ഈ ഷവലിൽ പോകണമല്ല. ഫെദർ അങ്ങോട്ട് വെക്കാം, സ്ലൈം അങ്ങോട്ട് വെക്കാം, എഗ്ഗ് അങ്ങോട്ട് വെക്കാം, ചിക്കൻ, ഇതും ഈ പംകിൻ, ഇതൊക്കെ ഇപ്പം അങ്ങോട്ട് വെക്കാമേ. പിന്നെ നമുക്ക് സെറ്റ് ചെയ്യാമേ. ചില്ലത്തെല്ലാം അങ്ങ് എടുത്ത് വെച്ചാൽ ഇത് വേണം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടിവശം പൊട്ടിച്ച് തുടങ്ങാം. ഷവൽ എവിടെ? ഓക്കെ ഗൈസ്, നമ്മൾ ഷവൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശം സെറ്റ് ചെയ്യാം. ഓക്കെ ഇപ്പം എത്ര മിനിറ്റ് ആയി ഗൈസ്? എനിക്കറിയാൻ മേല. ഗൈസ് അപ്പോൾ ഇത് ഞാൻ ഗൈസ് നമ്മുടെ ഏകദേശം വീടിൻ്റെ ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുറത്തുനിന്നുള്ള ലുക്ക്. ഓക്കെ നല്ല രസമായിട്ടുള്ളൊരു കിടിലൻ ലുക്ക് ആയിട്ടുണ്ട്. അത് എന്ത് ഇരിക്കണമെങ്കിലും സൂപ്പറാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് കമൻറ്റ് ചെയ്യുക. ഡോർ അടച്ച് കഴിഞ്ഞാൽ ഇവിടെ ബുക്ക് ഷെൽഫ്സ്, ഒരു ചെസ്റ്റ് ഉണ്ട്, അവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്, ഫർണേഴ്സ് ഉണ്ട്, കട്ടിൽ ഇവിടെ ഇട്ടുണ്ട്, അതിൻ്റെ സൈഡിലും ഇത് വെച്ചിട്ടുണ്ട്. മണ്ടയ്ക്ക് ഒരു ഗ്ലാസ് 2 എണ്ണം, പിന്നെ ഇവിടെ 2 ടേബിള്, 2 ചെയർ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട് ഗൈസ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ